ഹായ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാണ് കേട്ടോ. ഇന്ന് തയ്ക്കാനോ തയ്യലോ ഒന്നുമല്ല. ഈ മെസ്സേജസ് ഒക്കെ കണ്ടോ? ഞാൻ ഒരു വർഷവും 2-3 മാസവും ആയി ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയിട്ട്. തുടങ്ങുമ്പം തന്നെ എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ പുതിയ മെത്തേഡ് ഞാൻ പറഞ്ഞു കൊടുത്താൽ എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യും, എങ്ങനെ മറ്റുള്ളവരത് സ്വീകരിക്കും, അവർക്കത് ശരിയാവുമോ, അവരെ കൊണ്ടത് പറ്റുമോ, അങ്ങനെയൊക്കെ കുറേ കൺഫ്യൂഷൻസ് എനിക്കുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ കുറേ നാൾ ഞാൻ വിചാരിച്ചു വേണ്ട, മറ്റുള്ളവർക്ക് അത് ചിലപ്പം പറ്റില്ല, എൻ്റെ ഒരു മെത്തേഡല്ലേ, ഞാൻ കണ്ടുപിടിച്ച അളവുകളും ഞാൻ തയ്ക്കുന്ന രീതിയും ഒക്കെ അത് മറ്റുള്ളവരെ കൊണ്ട് പറ്റുമോ, അങ്ങനെ കുറേ നാൾ ഞാൻ വേണ്ടാന്ന് വെച്ചു. പിന്നും ഞാൻ വിചാരിച്ചു അല്ല, അങ്ങനല്ല, ആർക്കെങ്കിലും ഇതൊന്ന് പറഞ്ഞു കൊടുക്കാം, ഇഷ്ടപ്പെട്ട് തയ്ച്ച് നല്ലതായാൽ അവർക്ക് ബെനിഫിറ്റ് അല്ലേ, അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്തത്. യൂട്യൂബ് തുടങ്ങി ആദ്യമൊക്കെ ഞാൻ വീഡിയോ ഇട്ട് കുറച്ച് ദിവസങ്ങളിലൊക്കെ എനിക്ക് ക്രിട്ടിസൈസ് ആയിരുന്നു. നിങ്ങൾക്ക് ഈ മെസ്സേജസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓരോരുത്തരും എന്നോട് പറഞ്ഞതും, നിങ്ങളിൽ പലരും തന്നെ പറഞ്ഞതും, പിന്നീട് അത് മാറ്റി പറഞ്ഞതും, പിന്നീട് അവർക്കൊക്കെ അതൊരു ഭയങ്കര ഇഷ്ടപ്പെട്ടതും, അവരതേ മെത്തേഡിൽ തയ്ക്കാൻ തുടങ്ങിയതും. അപ്പൊ ആ ഒരു പ്ലസ് ആയ കുറെ കമന്റ്സുകളും, അപ്പൊ ഈ കമന്റ്സുകളൊക്കെ എനിക്ക് വളരെ ആത്മവിശ്വാസം തന്നു കേട്ടോ. അല്ലെങ്കിൽ ആദ്യമേ നെഗറ്റീവുകളൊക്കെ തന്ന് പറ്റില്ല എന്നൊക്കെ കുറെ പേര് അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അവിടം കൊണ്ട് നിർത്തിയില്ല. എന്നാലും പോസിറ്റീവ് കമന്റുകളും വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആത്മവിശ്വാസമായി. ഇത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, അവര് തയ്ച്ചു നോക്കിയിട്ട് സക്സസ് ആവുന്നുണ്ട് എന്ന് കണ്ടിട്ടാണ്. പിന്നീടാണ് ഞാൻ ക്ലാസ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചത്. ക്ലാസ് എടുത്തു തുടങ്ങിയത് ഒക്കെ പിന്നീടാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നത്, ഇത് നമ്മൾ തയ്ക്കുമ്പോൾ ഞാൻ പലവട്ടം പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അളവുകളിൽ ചിലപ്പോൾ ഒരു 1/2 ഇഞ്ച് കൂട്ടാനോ 1/2 ഇഞ്ച് കുറയ്ക്കാനോ, അല്ലെങ്കിൽ നിങ്ങളുടേതായ ഇപ്പൊ ഒരു തയ്യക്കാർക്ക് അറിയാലോ, ഒരു ആള് വന്ന് നിൽക്കുമ്പോൾ അവരെ നമ്മളൊന്ന് നോക്കുമ്പോൾ അവരുടെ ബ്രസ്റ്റിന്റെ വലിപ്പം, അല്ലെങ്കിൽ അവരുടെ പിന്നെ എന്താ പറയുക, ഹൈറ്റ്, ഇതൊക്കെ ചിലപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും പക്ഷേ ഒരു ഇഞ്ച് കൂടുതലോ 1 ഇഞ്ചോ കുറവൊക്കെ എടുത്ത് അത് ഓരോ ടൈലറുടെയും ഒരു എന്താ പറയുക, അവരുടെ ഒരു എന്താ അതിനൊരു വാക്ക് പറയുക, അവരുടെ ഒരു തോന്നൽ, അല്ലെങ്കിൽ എന്താ പറയാ, അവർ കണ്ടുപിടിക്കണം അതെങ്ങനെയാണെന്ന്. എനിക്ക് ഇപ്പം നമുക്ക് പഠിപ്പിക്കാനേ പറ്റുള്ളൂ. അത് സ്വയം ചെയ്തെടുക്കാനുള്ള ഒരു സ്കില്ല്, ആ സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മനസ്സിലായോ? അല്ലെങ്കിൽ മാം ഇങ്ങനെ 6.5 ഇഞ്ച് പറഞ്ഞിട്ട് പക്ഷെ എനിക്കത് കറക്റ്റ് ആയില്ല എന്ന്. ചിലപ്പോ ഞാൻ പറഞ്ഞ ഒരു 80% പേർക്കും അത് കറക്റ്റ് ആയിരിക്കും. ബാക്കി 20% ചിലപ്പോൾ അവരുടെ ബോഡിയുടെ ഷേപ്പ്, ഹൈറ്റ്, വെയിറ്റ്, ഇതിനൊക്കെ ആശ്രയിച്ചായിരിക്കും പിന്നിരിക്കണം. അത് മനസ്സിലാക്കി ചെയ്യാനുള്ള സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. അതും കൂടെ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ പറയുകയാണ്. അപ്പൊ ഞാൻ ഈ ക്ലാസ് എടുത്തതായാലും ശരി, അല്ലാതെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയാലും ശരി, ഇപ്പൊ ഏകദേശം 10-26,000 സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. അതില് കുറെ പേരൊക്കെ ഒരു പക്ഷേ എൻ്റെ ക്ലാസ് കാണുന്നുണ്ടാവും, എൻ്റെ മെത്തേഡിൽ തയ്ക്കുന്നുണ്ടാവും, സക്സസ് ആയവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. സക്സസ് ആയ ഒരുപാട് പേര് എൻ്റെ ക്ലാസ് കണ്ട് തയ്ച്ച് ഷോപ്പുകൾ തുടങ്ങി. 1-2 പേരെ ഷോപ്പ് ഉദ്ഘാടനത്തിന് പോലും എന്നെ വിളിച്ചു. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല, കാരണം ഒരുപാട് ദൂരെയൊക്കെയാണ്. ഞാൻ തിരുവനന്തപുരവും മറ്റേതൊക്കെ തൃശ്ശൂരും കണ്ണൂരും കാസർഗോഡ് വരെ എന്നെ വിളിച്ചിട്ടുണ്ട്. അത്രയും ഡിസ്റ്റൻസിലൊക്കെ എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് എന്നെങ്കിലും ഞാൻ ആ വഴിക്കൊക്കെ വരികയാണെങ്കിൽ പറ്റിയാൽ ഒന്ന് കാണാമെന്നല്ലാതെ അത്രയും ദൂരത്തേക്ക് പോകാൻ എനിക്ക് പറ്റൂല. അങ്ങനെയൊക്കെ അതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടോ ഒന്നും അല്ല കേട്ടോ. എനിക്ക് വരണമെന്ന്, നിങ്ങളെയൊക്കെ നേരിട്ട് കാണണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങള് പിന്നെ ഇനി അടുത്ത എൻ്റെ തയ്യലിന്റെ ബാച്ച് ഞാൻ മാർച്ച് ഫസ്റ്റ് തുടങ്ങുകയാണ്. അപ്പൊ ഇപ്പൊ അടുത്ത ബാച്ച്, ഇത് 3ാമത്തെ ബാച്ചാണ്. ഈ ബാച്ചിൽ ഇനി ഒരു ക്ലാസ്സും കൂടെ ഇനി ബാക്കിയുള്ളൂ. അപ്പോഴത്തേക്ക് ഈ ബാച്ചിന്റെ ക്ലാസ് കഴിയും. ഏകദേശം ഒരു 90%
പെർഫെക്റ്റ് ആയിട്ട് തന്നെ തയ്ക്കാൻ പഠിച്ചിട്ടുണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ക്ലാസ് കണ്ടവരാരും മോശമായിട്ട് തയ്ക്കുന്നവരാരും ഇല്ല. അവരൊക്കെ നല്ലതായിട്ട് തയ്ക്കുന്നു എന്ന് എന്നോട് അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളെയൊക്കെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഈ കിട്ടുന്ന തുച്ഛമായ പൈസയൊന്നും അല്ല എന്നെ സംബന്ധിച്ചില്ല. ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ പോസിറ്റീവ് മൈൻഡും ആ ഒരു നിങ്ങൾ തരുന്ന എൻകറേജിങ്ങും ഒക്കെയാണ്. അപ്പൊ എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാൻ സത്യത്തിൽ ഈ വീഡിയോ പറഞ്ഞ നിങ്ങളോടൊക്കെ താങ്ക്സ് പറയാൻ കൂടിയാണ്. കാരണം ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഒരുപാട് ആശങ്കയോടുകൂടിയാണ് ഞാൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഈ മെത്തേഡ് ആരെങ്കിലും സ്വീകരിക്കുമോ, എന്നെ തിരിച്ച് തെറി പറയുമോ, ഇതൊക്കെ എനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു. നെഗറ്റീവ് പറഞ്ഞവരും ഉണ്ട് കേട്ടോ, പക്ഷെ പിന്നീട് അത് പോസിറ്റീവായി പറഞ്ഞവരും ഉണ്ട്. പിന്നെ ഈ നെഗറ്റീവ് പറയുന്നിടത്തൊക്കെ ഞാൻ പറയുന്ന ഒരു മറുപടി ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ട്രൈ ചെയ്യൂ, നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് നോക്കൂ, ഇല്ലെങ്കിൽ വിട്ടേക്കൂ. കാരണം ഇഷ്ടംപോലെ വീഡിയോസ്, ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് വീഡിയോസ് യൂട്യൂബിൽ നിറയെ കിടക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് ചെയ്യൂ. അല്ലാതെ എന്റെ മെത്തേഡ് തന്നെ ചെയ്യണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും സംസാരിച്ചത് എന്തിനാണെന്ന് വെച്ചാല്, നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ സ്റ്റിച്ചിങ് കണ്ടിട്ട്, അല്ലെങ്കിൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഒന്ന് രണ്ട് ഒരു കുട്ടി സങ്കടത്തോടു കൂടി തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാം എൻ്റെ ജീവിതം തന്നെ പോയി, ഭർത്താവ് മരിച്ചു, ജീവിതമാർഗം മൊത്തവും പോയി, എന്ത് വേണമെന്ന് അറിയാതിരുന്ന ഒരു സന്ദർഭത്തിലായിരുന്നു ഞാൻ മാമിൻ്റെ വീഡിയോ കണ്ടത്. ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാനൊരു തയ്യൽ മെഷീൻ വാങ്ങി, മാം തയ്ക്കുന്ന രീതി മെത്തേഡ് ഫോളോ ചെയ്ത് എനിക്ക് ഒരു തയ്യലും അറിഞ്ഞുകൂടായിരുന്നു. എന്നിട്ട് പോലും ഞാൻ അതേ മെത്തേഡ് ഫോളോ ചെയ്ത് ഞാൻ തയ്ച്ചു കൊടുത്തു. ആൾക്കാർക്കെല്ലാം ഇഷ്ടമായി. ഞാനിപ്പോൾ ഒരു ഷോപ്പും തുടങ്ങി. എൻ്റെ ജീവിതവും പച്ച പിടിച്ച്. എനിക്ക് മാമിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടി കണ്ണുനീരോടുകൂടി പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് അത് മതി. ഞാൻ കാരണം ഒരാളെങ്കിലും ഒരു ജീവിതമാർഗം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോണ്ടല്ലോ എനിക്ക് തന്നെ സങ്കടം വന്നു. എനിക്കത് മതി, മറ്റൊന്നും വേണ്ട. ഞാൻ ഈ സംസാരിച്ചതും ഇത്രയും നാൾ ക്ലാസ് എടുത്തത് എൻ്റെ ജീവിതവും സക്സസ് ആയെന്ന് തോന്നിയത് ആ ഒരു വോയിസ് എൻ്റെ ഫോണിലേക്ക് വന്നപ്പോഴായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, എല്ലാവരും നന്നായിരിക്കുക. പിന്നെ എൻ്റെ നെക്സ്റ്റ് ക്ലാസ് മാർച്ചിൽ ഞാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ ഈ വീഡിയോയുടെ താഴെ ജോയിനിങ് ബട്ടൺ കാണും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഗൂഗിൾ പേ വരും. അപ്പോൾ ഗൂഗിൾ പേയിൽ 3 മാസത്തെ ക്ലാസ് ആണ്, ഒരു മാസം 119 രൂപയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ് സൂപ്പർ